ഗുരുപ്രിയ ടിവിയുടെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തനായ മനുഷ്യസ്നേഹിയായ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനെ ഇന്ന് ഞങ്ങൾ ഈ എപ്പിസോഡിൽ അഭിമാനപുരസരം പരിചയപ്പെടുത്തുന്നു. ശ്രീ റൂവൻ സിംഗ്. നമസ്കാരം സാർ. ഇത് ഒരു ഓൾഡ് ഏജ് ഹോമാണ്, സമുദ്ര തീരം അല്ലേ? പേര് കേൾക്കുമ്പോൾ തന്നെ അശാന്തിയുടെ യാതൊരു ലാഞ്ചനയും ഇല്ലാത്ത സുന്ദരമായ മനോഹരമായ ഒരു സമുദ്രത്തിൻ്റെ തീരം പോലെ തന്നെ. ഞങ്ങൾ ഇതിൻ്റെ പ്രധാന കവാടം കടന്ന് അകത്തേക്ക് കയറുമ്പോൾ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇത് ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് വരുന്ന ഒരു പ്രതീതിയല്ല. ഞങ്ങളുണ്ടാകും ഒരു അമ്പലത്തിൽ, പരിപാവനമായ പരിശുദ്ധമായ ഒരു അമ്പലത്തിൽ പ്രവേശിക്കുന്ന പവിത്രതയുടെയാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് കയറുന്നത്. അകത്ത് കയറിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ സത്യസന്ധമായ, എത്ര വില കൊടുത്താലും മതി വരാത്ത ഒരു വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമുദ്രതീരം എന്ന് പറയുന്ന ഈ ഓൾഡ് ഏജ് ഹോം ഇവിടെ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമ്പലത്തിൽ കിടക്കുന്ന പ്രതീതി തീർച്ചയായിട്ടും അങ്ങനെ തന്നെ തോന്നും. അങ്ങനെ തോന്നാൻ കാരണവും വൃദ്ധരായ ആളുകൾ, പച്ച മലയാളത്തിൽ പറഞ്ഞ വയസ്സായ ആളുകൾ ദൈവത്തിന് തുല്യരാണ്. അത്തരം ആളുകളെ ഇവിടെ താമസിപ്പിച്ച് അവർക്ക് ആഹാരം, ഭക്ഷണം, ചികിത്സാ സൗകര്യങ്ങളൊക്കെ നൽകി ഒരു കുടുംബ അന്തരീക്ഷത്തിൽ അവരെ സംരക്ഷിക്കുന്ന ഒരു വലിയ മഹാനായ മനുഷ്യനാണ് നമ്മുടെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നതൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആളുകളെ പലരെയും കാണാറുണ്ട്. സത്യസന്ധമായി ജീവിക്കുന്നവർ, നേരായ വഴിയിലൂടെ ജീവിക്കുന്നവർ, ഇതൊന്നുമല്ലാതെ എങ്ങനെയുള്ള ഒരു ജീവിതം ജീവിച്ചു തീർക്കുന്നവർ, ആരോടും ഉത്തരവാദിത്വമില്ലാത്തവർ ഒക്കെ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന ഒരു വലിയ സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതിൽ നിന്നും ചില പ്രത്യേക ജനുസുകൾ, ചില പ്രത്യേക ഗണത്തിൽപ്പെടുന്ന മനുഷ്യർ, അവരെ നമ്മൾ വളരെ അപൂർവമായിട്ടേ കാണാം. അതാണ് ഈ ഇരിക്കുന്ന വലിയ മനസ്സുള്ള മനുഷ്യർ. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ഇതുപോലുള്ള സാധാരണക്കാരായ പ്രായം ചെന്ന ആളുകളെ ഇത്തരമൊരു, അദ്ദേഹത്തിൻ്റെ വീടാണ്. ഞാൻ അന്തം വിട്ടുപോയി ആദ്യം കേട്ടപ്പോൾ. അദ്ദേഹം ജനിച്ചു വളർന്ന കുടുംബ വീടാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അതൊരു ഒരു ചെറിയ ഓലപ്പുരയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെയാണ് ഇപ്പോൾ കാണുന്ന മനോഹരമായ, എത്ര ശാന്തസുന്ദരമാണ് ഇതിൻ്റെ പരിസരവും ഈ കെട്ടിടവും. അദ്ദേഹം പിച്ചവെച്ച് കളിച്ചു വളർന്ന വീടാണ് ഇത്. ഈ വൃദ്ധസദനമായി അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമായി മാറ്റണമെങ്കിൽ ഈ മനുഷ്യൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മളെല്ലാം കാശുണ്ടാക്കാൻ തത്രപ്പെടുന്നവരാണ്. എത്ര കാശ് കിട്ടിയാലും അത് വരികയുമില്ല. കാശ് കിട്ടിയാലോ അത് ഏതെങ്കിലും തരത്തിൽ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും, ഇല്ലേ? അപ്പോൾ ആ കാശ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ആ കാശ് സമൂഹ നന്മയ്ക്കായി നമ്മൾ ജീവിച്ചിരിക്കുന്ന അതിന് സാക്ഷ്യപ്പെടുത്താൻ, അടയാളപ്പെടുത്താൻ ഇതുപോലുള്ള നല്ല നല്ല സംരംഭങ്ങൾ ചെയ്യുന്ന ആളുകളെ ഗുരുപ്രിയ TV കണ്ടുപിടിച്ച്, അവരൊക്കെ പലരും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ്. അദ്ദേഹം തന്നെ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാണ്. വേണ്ട, ഞങ്ങൾ ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകണം, അതിനൊരു പബ്ലിസിറ്റി ഒന്നും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. എന്നിട്ട് പോലും ഗുരുപ്രിയ അദ്ദേഹം നിർബന്ധമായ സ്നേഹത്തിന് വഴങ്ങിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ക്യാമറയുടെ മുന്നിൽ ഈ വലിയ മനസ്സിനെ നമിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പറയാൻ ഇന്ന് തയ്യാറാവും. ഇതൊരു ഓൾഡ് ഏജ് ഹോമാണ്. ഇതൊരു കൂട്ടുകുടുംബമാണ്. സമുദ്രതീരം കൂട്ടുകുടുംബമാണ് ഞങ്ങളിതിന് പ്രത്യേകത പേര്. ഞങ്ങൾ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് തന്നെ 4 വർഷം പിന്നിടുകയാണ്. ഈ 4 വർഷം കൊണ്ട് ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. സൗജന്യമായിട്ട് ആംബുലൻസ് സർവീസ് തന്നെ നടത്തി വരുന്നു. നേത്ര ചികിത്സാ ക്യാമ്പ് സൗജന്യമായിട്ട് തന്നെയാണ് ഓപ്പറേഷൻ ചെയ്ത്
നമുക്ക് ആരെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങാതെ പൂർണ്ണമായിട്ട് ഓരോ മാസവും 700 പരം ആൾക്കാരെ ക്യാമ്പിൽ പങ്കെടുത്ത് 100 ഓപ്പറേഷനാണ് ഓരോ മാസവും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അതുതന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ആക്സിഡന്റ് സംഭവിക്കുന്നവർക്കും അവിടെ മരണപ്പെടുന്നവർക്കും ആവശ്യമുള്ള പുതിയ വസ്ത്രങ്ങളാണ് നമ്മളിവിടെ കൊടുത്തു വരുന്നത്. പിന്നെ ക്യാൻസർ ചികിത്സാ പദ്ധതി. ഈ 4 കാര്യത്തിനും അതീതമായിട്ടാണ് ഞങ്ങൾ 5ാമതൊരു പരിപാടി എന്ന് പറയുന്നത് സമുദ്രതീരം ഓൾഡ് ഏജ് ഹോം. സാറ് സൂചിപ്പിച്ച പോലെ സമുദ്രതീരം കൂട്ടുകുടുംബം കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൂട്ടുകുടുംബം തുടങ്ങുന്നതിന് മുമ്പ് നടത്തിയിരുന്നതാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടായിരിക്കും. അപ്പൊ ഈ കൂട്ടുകുടുംബം തുടങ്ങാൻ ഏതായാലും 4 വർഷത്തിന് മുമ്പ് ഈ ചാരിറ്റി പ്രസ്ഥാനം രൂപീകരിക്കുന്നത് അന്ന് തന്നെ തുടങ്ങാൻ തീരുമാനിച്ചതാണ്. പക്ഷെ അത് തുടങ്ങാനത് 3 വർഷം കഴിഞ്ഞെങ്കിൽ മാത്രമേ എൻ്റെ ഓഡിറ്റിംഗ് റിപ്പോർട്ടും ITR ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ ലൈസൻസ് കിട്ടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ 4ാമത്തെ വർഷം ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ സാറിനെ സൂചിപ്പിച്ച ഒരു എൻ്റെ വീടാണ്. ഞാൻ താമസിച്ച വീട് തന്നെയാണ്. ഇത് ഒരു ഓലമേഞ്ഞ പുരയായിരുന്നു. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നതുവരെ കറണ്ട് പോലും ഇല്ലാതെ ആണ് ഞാൻ വിദ്യാഭ്യാസം തന്നെ മുമ്പോട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് പഞ്ചായത്തിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഒരു പോയിന്റ്, ഒരു ബൾബ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ വെളിച്ചം കിട്ടുന്നത്. അത് കഴിഞ്ഞ ശേഷം പഞ്ചായത്തിൽ ഈ കാണുന്ന വീടെന്ന് പറയുന്നത് പഞ്ചായത്ത് ജില്ല, കൊല്ലം ജില്ലാ പഞ്ചായത്ത് എന്ന വീടാണ്. പഞ്ചായത്തിൽ ഒരു വീട് കിട്ടി. ആ വീട്ടിലാണ് പണി പോലും പൂർത്തീകരിക്കാതെ ഞങ്ങൾ വേറെ താമസമാണ്. പിന്നെ ഞാൻ കൺസ്ട്രക്ഷൻ തുടങ്ങിയ ശേഷമാണ് ഈ വീട് കുറച്ചുകൂടെ വലുതാക്കി പണി പൂർത്തീകരിച്ച് എന്ന് ഞാൻ താമസമാണ്. ഇപ്പം ഞാൻ 1 വർഷം കൊണ്ട് കല്ലുതാക്കി ജംഗ്ഷനിലോട് താമസം ഞാൻ മാറി. ഈ വീട് ഇതിലേക്കായത് ഇപ്പോഴാണ് ഞാൻ 1 വർഷം മാറിയിട്ട്. അപ്പോഴും ഞാൻ എൻ്റെ പരിപാടികൾ പദ്ധതികൾ ഞാൻ പണികൾ ആരംഭിച്ചു. ഇപ്പം തന്നെ ഈ കാണുന്ന ഇതെല്ലാം കൂടെ ചെയ്തപ്പോൾ 60 ലക്ഷം രൂപ പുറത്ത് എനിക്ക് ചിലവായി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ സാർ, ഒരു സംശയം. ഈ പറഞ്ഞതുപോലെ ആരുടെ കയ്യിൽ നിന്നും 5 പൈസ പോലും വാങ്ങുന്നില്ല, ഒരാളെ ഒന്നും സ്വീകരിക്കുന്നില്ല, എല്ലാം പോക്കറ്റിൽ നിന്നും സ്വന്തം പോക്കറ്റിൽ നിന്നും ആണ് ചെലവഴിക്കുന്നത് എന്നാണ് അന്നിപ്പോൾ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഒരു സംശയം, ഇതൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ എന്തെങ്കിലും ഒരു സോഴ്സ് വേണ്ടേ? അപ്പോൾ ഈ പണമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് അങ്ങനെ ആരെയൊന്നും വാങ്ങുന്നില്ല. എല്ലാ വലിയൊരു തുക തന്നെ, എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ തുക തന്നെ ഒരു ദിവസം വേണ്ടി വരും എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ. അപ്പോൾ അത്തരം ഭാരിച്ച തുക, അതിൻ്റെ സോഴ്സ് അത് അതിൻ്റെ എവിടെ നിന്നാണ്, എങ്ങനെയാണ് കണ്ടെത്തുന്നത്? തീർച്ചയായും അത് ഞാൻ 14 വർഷം കൊണ്ട് ഈ കൺസ്ട്രക്ഷൻ തുടങ്ങിയെങ്കിലും ഇനി ഓണം എന്ന് പറയുന്ന വിശേഷ ദിവസമുണ്ട്. അതായത് എനിക്കൊരു 8 ദിവസത്തെ അവധി മാത്രമേ ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുന്നു. 1 വർഷം. അത് 14 വർഷം കൊണ്ട് ഞാൻ കംപ്ലീറ്റും ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെയാണ്. അത് എൻ്റെ സൈറ്റ് സൂപ്പർവൈസറും എഞ്ചിനീയറും മറ്റു കാര്യങ്ങൾ ആരുമില്ല. ഒറ്റയ്ക്ക് തന്നെയാണ്. കൊല്ലം തൊട്ട് തിരുവനന്തപുരം വരെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വന്നത്. കണ്ടിന്യൂ ഇതിപ്പം തന്നെ 30 സൈറ്റ് ഒരേ കണ്ടിന്യൂ വർക്ക് നടക്കുന്നത്. ഈ വർക്കെല്ലാം മേലോട്ടം വായിക്കുന്നത്, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. എനിക്ക് കിട്ടുന്ന പൈസ മൊത്തം എനിക്ക് മീതിയായിരുന്നു. ഇപ്പോൾ കിട്ടിയ പൈസ മുഴുവനായിട്ട് ഞാൻ ചാരിറ്റിക്ക് വേണ്ടി പൂർണ്ണമായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞു. 1 രൂപ പോലും ബാലൻസ് എൻ്റെ അക്കൗണ്ടിൽ ഇടാതെയാണ് ഞാൻ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത്. എനിക്ക് അന്നും ദൈവം ചേർന്ന് തിരിച്ച് അതേ കണക്കിലേക്ക് കൊടുക്കും. നമ്മളൊന്നും കൊണ്ടുവന്നല്ല സാറേ, നമ്മളൊന്നും കൊണ്ടുപോകാനും പറ്റത്തില്ല. ദൈവം ചേർന്ന് നമ്മൾ കൊടുക്കുന്നു. ഇത് മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ. തീർച്ചയായും ദൈവം തരുമല്ലോ. തീർച്ചയായിട്ടും സാർ, പുണ്യ പ്രവൃത്തിയാണ്. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ദൈവം തീർച്ചയായിട്ടും ഇതിന് കണ്ട് ആ മനുഷ്യനെ നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നൊരവസ്ഥ. എത്രയോ ആളുകളുടെ പ്രാർത്ഥനയാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയം. ഇവിടെ ഇപ്പം എൻ്റെ മുമ്പിലൂടെ കടന്നുപോയ ആ ആളുകളെല്ലാം എന്നെ വിഷയുന്നുണ്ട്, എന്നെ കണ്ടു ചിരിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അവരെല്ലാം ഇപ്പോൾ ഒരെന്തോ കഴിക്കാൻ പോയതാണ്. മനസ്സിൽ തീർച്ചയായും അങ്ങ് അവരുടെ മനസ്സിലുണ്ട്, അവരുടെ പ്രാർത്ഥനയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബഹിസ്ഫുരണം പോലെ തീർച്ചയായും ദൈവം എന്ന് പറയുന്ന ശക്തി എന്നെ സഹായിക്കും. പറയണം ബാക്കി സാർ. ഇത് ഞാനിപ്പോൾ 5ാമത്തെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് ഞാൻ നടത്താൻ പോയത്. ഇത് നടത്താനുള്ള കാരണവും അത് മറ്റൊന്നാണ്. അതെന്താണ്? എനിക്കെൻ്റെ അച്ഛനില്ല. എനിക്ക് 6 മാസം ഉള്ളപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ച് പോയത്. അപ്പോൾ അച്ഛനില്ലാതെ വളരുന്നതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം ഞാൻ എൻ്റെ മനസ്സിലൂടെ തന്നെ അറിഞ്ഞ് ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പോഴ് ഞാനിന്ന് കേരളത്തിലെ മിക്ക ചാരിറ്റി അനാഥാലയങ്ങളും
ഞാൻ പോയിട്ടുണ്ട്, അവരെ സഹായിച്ചിട്ടുമുണ്ട്. അപ്പം ഞാൻ പോകുന്നത് എനിക്ക് കിട്ടാൻ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹം കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആ അനാഥാലയങ്ങളെ സന്ദർശിക്കുന്നത്, അവിടെ പോകുന്നത്. എനിക്ക് ഇവിടെ എൻ്റെ ഈ നിൽക്കുന്ന എല്ലാ വന്നിരിക്കുന്ന 17ാമത്തെ അച്ഛന്മാർ വന്നിട്ട് കഴിഞ്ഞു. അവരെല്ലാം സ്നേഹങ്ങളും അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളിലും പങ്കുചേരാനും എൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാനും അവർക്കും കഴിയുന്നു. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ സാർ, ഞാൻ ആംബുലൻസ് സർവീസ് 4 വർഷം കൊണ്ട് ഫ്രീ ആയിട്ടാണ്, ഞാൻ ആരെന്ന് 1 രൂപ പോലും വാങ്ങാതെയാണ് ആംബുലൻസ് സർവീസ് നടത്തുന്നത്. അതിനകത്ത് ഒരു കാരണമാണ്, എൻ്റെ അമ്മയെ പാമ്പ് കടിക്കുന്ന സമയത്ത് അന്ന് ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഒരു വണ്ടിയിൽ ഒരു ടാക്സി കാറിലാണ് എൻ്റെ അമ്മയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത്. 3 മാസം വരെ ഞാൻ അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സയായി ബന്ധപ്പെട്ട് അവിടെ കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള RCCI ഞാൻ അവിടെ പോവുകയും അവിടുത്തെ കുറേ കാഴ്ചകൾ കണ്ടിരുന്നു. ആ കാഴ്ച കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആംബുലൻസ് സർവീസ് തന്നെ നടത്തുന്നത്. കണ്ണിൻ്റെ ക്യാമ്പ് അത് നടത്തുന്നതിനും മറ്റൊരു കാരണമാണ്, എൻ്റെ അമ്മാമ്മയ്ക്ക് അവസാന ഘട്ടത്തിൽ കണ്ണിൻ്റെ കാഴ്ചയില്ല. നമുക്ക് ജന്മന ഒരു വ്യക്തി കാഴ്ചയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ല. പക്ഷേ കണ്ണിൻ്റെ കാഴ്ചയുള്ള ഒരു വ്യക്തിക്ക് കാഴ്ച പോകുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ്. കാഴ്ച മൂന്നരൊക്കെ അത് മനസ്സിലാവുന്നത്. അപ്പൊ അത് കണ്ടിട്ടാണ് സാർ ഞാൻ ഈ കണ്ണിന്റെ ക്യാമ്പ് തന്നെ സംഘടിപ്പിച്ചിരുന്നത്. പിന്നെ അടുത്തൊരു പ്രോഗ്രാം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വസ്ത്രം കൊടുക്കുന്നത്, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ 12 മല്ലടിച്ച് ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു ആക്സിഡന്റ് ആയ ചെല്ലുന്നത്. അപ്പോൾ അവർക്ക് ഉടുക്കാനുള്ള അല്ലെങ്കിൽ ആ വസ്ത്രം ഒന്ന് മാറാനുള്ള വസ്ത്രം അവിടെ ഇല്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്ത്യയിലെ ആദ്യത്തെ സംരംഭമാണ് ഞാൻ അവിടെ നടപ്പിലാക്കിയത്. അതായത് അവിടെ ആക്സിഡന്റ് സംഭവിച്ചിരുന്നാലും ഒരു മരണപ്പെടുന്ന ഒരു സാധാരണക്കാരന് അവിടെ നല്ല പുതിയ വസ്ത്രം കിട്ടും, ഒരു ബോഡി പുറപ്പിക്കാനുള്ള വസ്ത്രം കിട്ടുന്നുണ്ട്. ആക്സിഡന്റ് ആയി ചെല്ലുന്നവർക്ക് എല്ലാവരും വസ്ത്രങ്ങളും അവിടെ ആ അലമാര സ്ഥാപിച്ച് അവിടെ കൊടുക്കുന്നുണ്ട്. എവിടെയാണ്? പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ കാര്യമാണ്. അതുപോലെ തന്നെ ക്യാൻസർ ചികിത്സാ പദ്ധതി, ഇത് തന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ മകൻ മരണപ്പെട്ടപ്പോൾ ആ ക്യാൻസറിന് എന്താണ് നമ്മളിപ്പോൾ നാട്ടില് സാറിന് അറിയാമല്ലോ, എവിടെ നോക്കിയാലും ക്യാൻസർ തന്നെയാണ്. എൻ്റെ ഓഫീസിൽ ഒരു 10-100 അപേക്ഷ വന്ന് കെട്ടി നിൽക്കുക. ഞാൻ ഒരു മാസത്തിൽ 3 പേർക്കാണ് ക്യാൻസർ ചികിത്സാ പദ്ധതി തന്നെ കൊടുക്കുന്നത്. അപ്പൊ അത് തന്നെ നടപ്പിലാക്കാൻ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് ഞാൻ നടപ്പിലാക്കുന്നത്. ഞാൻ സമ്പത്തുണ്ടായ വലിയൊരു വ്യക്തിയല്ല എന്ന് ചിലപ്പോൾ ചർച്ചയുണ്ടായിരിക്കാം. ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, എവിടെ നിന്നാണ് പൈസ? ഞാൻ പറഞ്ഞില്ല സാറേ, ഞാൻ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ 14 വർഷം വരെ ഞാൻ ഓടിയിരിക്കുകയാണ്. എന്റെ സമ്പാദ്യം മുഴുവനായി ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി എന്റെ മക്കളെ ഭാര്യയെ നോക്കണമെങ്കിൽ ഞാൻ ഇനി ഒന്നേ ഓടണം. ഓടിയെങ്കിൽ മാത്രമേ എനിക്ക് സമ്പാദ്യം കണ്ടെത്തി എന്റെ കുടുംബം നോക്കാൻ പറ്റുള്ളൂ. അതാണ് എന്റെ ജീവിതത്തിന്റെ ഒരു കഥ. അതൊക്കെ നടക്കും. അങ്ങേക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും വരില്ല, അത് വേറെ കാര്യം. അത് പറയുമ്പോൾ നമ്മൾ പിന്നെ ഒരു വലിയ ഫിലോസഫി ഒക്കെ പറയുന്നു. തീർച്ചയായിട്ടും അങ്ങനെയൊന്നുമല്ല. അപ്പം ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും അങ്ങേക്ക് ഓരോ കാരണങ്ങൾ, ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും മനസ്സിൽ അങ്ങയുടെ മനസ്സിൽ തട്ടിയിട്ടുള്ള, ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ള ഒരുപാട് എന്തെങ്കിലുമൊക്കെ കാരണമായി മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു പിന്നെ കൂട്ടുകുടുംബമാണ്. കൂട്ടുകുടുംബമാണെങ്കിലും ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകൾ കൂടുതലുള്ള സ്ഥലമാണ്. ഇവിടെ സംഗീതസാന്ദ്രമായ ഒരു അന്തരീക്ഷം സംജാതമാക്കുക, ഈ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ സംഗീതം പഠിക്കാൻ, കുട്ടികൾക്ക് സംഗീതം പഠിക്കാനുള്ള ഒരു അവസരം കൂടി അദ്ദേഹം കൊടുക്കും. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഒരു കലാകാരൻ കൂടിയാണ്. ഒരു കലാകാരൻ്റെ നന്മയുള്ള മനസ്സാണ് അദ്ദേഹത്തെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. അതായത് നേരത്തെ ഒരു സംശയം പ്രകടിപ്പിച്ചു, ഞാൻ ഇനി ഒന്നേന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണം എൻ്റെ കുടുംബത്തിന് വേണ്ടി. അങ്ങ് വെറുതെ ഇരുന്നാൽ മതി, എൻ്റെ അഭിപ്രായം അതാണ്. അതിങ്ങനെ ദൈവം എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ കൃത്യതയോടെ നടത്തിത്തരും. ആ കാര്യത്തിൽ സംശയം വേണ്ട. ഈ വരുന്ന ആളുകൾക്ക്, ഇവിടുത്തെ അന്തേവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളെ യോഗ പഠിക്കാൻ, അവരുടെ ശാരീരിക ക്ഷമത കൂട്ടിയെടുക്കാൻ, അവരുടെ മാനസികമായും ശാരീരികമായും അവരെ പിന്നെ സംരക്ഷിക്കുന്ന ഒരു പരിപാടിയാണ് യോഗ. അതുവരെ ഇതിനകത്ത്, അതാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച കൂട്ടുകുടുംബം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ശരിക്കും സാർത്ഥകമാകുന്നത് ഈ പറഞ്ഞ വാക്കുകളിലാണ്. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഈ പരിപാടി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ ഒരു വലിയ മനസ്സിൻ്റെ പിന്നെ എന്താ വാക്കുകളില്ല അത് പറയാം. അപ്പോൾ ഇത്തരത്തിൽ ഈ രാജ്യത്ത്
കുറേ അധികം സ്ഥാപനങ്ങളുണ്ട്. പല സ്ഥാപനങ്ങളും പലതരത്തിലും പല പേരിലും ഒക്കെയാണ് അറിയപ്പെടുന്നത്. ഇത് തികച്ചും സത്യസന്ധമായി അങ്ങ് ഇത് ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ കൂടി അങ്ങ് പറഞ്ഞിട്ട് നമുക്കിതിനെക്കുറിച്ച് തീരുമാനിക്കാം. റെക്കോർഡിംഗ് സ്റ്റുഡിയോ തുടങ്ങുന്നത് ഇവിടെ സംഗീതം അഭ്യസിക്കുന്ന കുട്ടികൾക്ക് റെക്കോർഡ് സ്റ്റുഡിയോ കൂടി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ ഉയർച്ചയിലേക്ക് എത്തുവാൻ കഴിയും. എനിക്കിനി ഒറ്റ ആഗ്രഹം മാത്രമേ സാർ എനിക്ക് ബാക്കിയുള്ളൂ. എനിക്ക് നല്ല മനുഷ്യനായിട്ട് മരിക്കണം. ഇത് മാത്രമേ എൻ്റെ മനസ്സിൽ ജീവിതത്തിൽ ഇനി ബാക്കിയായിട്ടുള്ളൂ. ബാക്കിയെല്ലാം പൂർത്തീകരിച്ചു. അത് അദ്ദേഹം പറഞ്ഞതൊരു വലിയ കാര്യമാണ്. നല്ല മനുഷ്യനായിട്ട് മരിക്കണം. നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. എല്ലാ ആളുകളും ഇങ്ങനെ തന്നെ ചിന്തിക്കണം. നല്ല മനുഷ്യനായി മരിക്കണം. നല്ലവരായി ജനിക്കുന്നു. പക്ഷേ ജീവിതയാത്രയിൽ എവിടെയോ നമ്മളിൽ നിന്നൊക്കെ നന്മ കൈമോശം വന്നു പോകും. നമ്മൾ അറിയാതെ. പക്ഷെ ഇവിടെ ജനിച്ച നാൾ മുതൽ നന്മ മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്ന, മറ്റുള്ള ആളുകളുടെ നന്മ എത്രത്തോളം അവർക്ക് നന്മ നേരുവാനും നന്മ ഉണ്ടാക്കി കൊടുക്കുവാനും ഒക്കെ കഴിയുന്ന വലിയ മനസ്സാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന് ഒരു കുഴപ്പം വരില്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു. കാരണം നന്മയുള്ള നല്ലൊരു മനുഷ്യനായി അദ്ദേഹത്തിന് മരിക്കണമെന്നാണ്. തീർച്ചയായും ഇത്തരമൊരു എന്താ പറയുക, ഇതൊരു പ്രസ്ഥാനമാണ്. അതൊരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം അദ്ദേഹം പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു പ്രസ്ഥാനമാണ്. തുച്ഛമായ വരുമാനത്തിൽ നിന്നും തുടങ്ങി അത് ചാരിറ്റിയിലൂടെ കഴിഞ്ഞ 3-4 വർഷമായി സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പാൻ, അവരോടൊപ്പം നിൽക്കാൻ, അവർക്ക് ഈ ക്യാൻസർ രോഗികളെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞതൊക്കെ എത്ര നമ്മളെത്ര ആലോചിച്ചാലും ആ രോഗത്തിൻ്റെ കാഠിന്യം നമുക്ക് മനസ്സിലാക്കി കഴിയാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി അദ്ദേഹം അനുഭവിച്ച വേദനകളുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വേദന മനസ്സിലാക്കി ഒരു നന്മ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം വളരെ വലുതാണ്. ഞാൻ വളർന്നു തന്നെ സാധാരണ കുടുംബത്തിലാണ്. ഞാൻ കശുവണ്ടി തൊഴിലാളികൾ മകനായിട്ടാണ് ഞാൻ വളർന്നത്. അപ്പൊ ഞാൻ ഈ നാട്ടിൽ എന്ത് ജോലി ചെയ്തില്ല എന്ന് മാത്രം ചോദിച്ചാൽ എല്ലാ ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ചാരിറ്റി തന്നെ എന്നെ സഹായിക്കാൻ വേണ്ടി ഒട്ടനവധി സുഹൃത്തുക്കളും കൂട്ടുകാരും എല്ലാം സജീവമാണ്. അതിലുപരി എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ നിൽക്കുന്നത് ഡോക്ടർ കബീർ പാൽ. എന്റെ ചാരിറ്റിയെ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. കബീർ പാൽ അദ്ദേഹമാണ്. ഇതിന്റെ സുഹൃത്തുക്കളെല്ലാം എല്ലാ സുഹൃത്തുക്കളും എൻ്റെ കൂടെയാണ്. അപ്പൊ ഇത് തുടങ്ങാൻ വേണ്ടി തന്നെ വലിയൊരു കമ്മിറ്റി തന്നെ എൻ്റെ കൂടെ ഉണ്ട്. ഡോക്ടേഴ്സിന്റെ 15 ഡോക്ടേഴ്സിന്റെ പാനൽ തന്നെ ഉണ്ട്. പിന്നെ മിലിറ്ററിക്കാരുണ്ട്, അധ്യാപകരുണ്ട്, ട്രാക്ക് എന്ന സംഘടനാ പ്രവർത്തകരുണ്ട്. എല്ലാവരും ഇന്ന് അതിന് ഒത്തു വന്നിട്ടുണ്ട്. അപ്പൊ വലിയൊരു കമ്മിറ്റിയിലാണ് നമ്മൾ ഇത്. എന്റെ കാലശേഷം കൊണ്ടുപോകണമല്ലോ. അപ്പൊ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ എന്റെ കുടുംബം തന്നെ, എന്റെ അമ്മയും മക്കളും ഭാര്യയും എല്ലാം ഞങ്ങൾ ഇവിടെ തന്നെ ഞായറാഴ്ചയും എല്ലാം. എന്റെ മോൻ ഇവിടെ തന്നെ ഉണ്ട്, രണ്ടിന്റെ ഇവിടെ തന്നെ ഉണ്ട്. സാറിന് കണ്ടല്ലോ. സഹായിക്കാൻ എല്ലാ കൂട്ടുകാരും നമ്മൾ കൂടെ ഉള്ളപ്പോൾ പിന്നെ നമുക്കൊന്നും പേടിക്കാതെ സമൂഹമാണല്ലോ നമുക്ക്. അത്തരം ഒരു സൗഹൃദ വലയം കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംരംഭം നടത്തിക്കൊണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ആളുകളുടെ ഒരു സ്നേഹവും ഒരു കരുതലും ഒക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ഇനി ഇതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങളെല്ലാം പറയാൻ എനിക്ക് ഉണ്ടോ? ഇല്ല, പറയാനാണെങ്കിൽ ഒട്ടനവധി പറയാം. നമുക്കൊരു ദിവസം പറഞ്ഞാൽ പോലും തീരാത്ത ഒട്ടനവധി കാര്യങ്ങളും ജീവിതങ്ങളും എല്ലാ അനുഭവങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾ സാധാരണ താഴെ മോളിൽ 2 കോളേജ്. ഈ കോളേജിന്റെ നടുവിലാണ് ഞാൻ താമസിക്കുന്നത്. സാധാരണക്കാരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം എനിക്കും അറിയാം. ഞാൻ അങ്ങനെ ഒരു വളർന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം അറിയാം ഞാൻ എന്താണെന്ന് അറിയാം. പക്ഷെ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യല്ലേ. എവിടെ നിന്നാണ് ഫണ്ട്? സാർ ചോദിച്ചൊരു ചോദ്യം അതാണ്. മനസ്സിലായി, എവിടെ നിന്നാണ് ഇത്രയും ഫണ്ട്? അതാണ് സാർ ഞാൻ പറഞ്ഞത്. ഫണ്ട് എനിക്ക് ദൈവം തരുന്നു. ഞാൻ അത് ഞാൻ ഇനിയും കയറാം, നാളെയും കയറാം. ഇത്ര മാത്രമേ. ഒരുപാട് സന്തോഷം സാർ. ഇങ്ങനെ ഒരു വളരെ നല്ലൊരു പരിപാടി ഞങ്ങൾക്കൂടെ വരുവാനും ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുവാനും അങ്ങേപോലുള്ള ഒരു നല്ല ഹൃദയമുള്ള മനുഷ്യനെ പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, അങ്ങയുടെ സഹായം കിട്ടിയിട്ടുള്ള എല്ലാ ആളുകളുടെയും പ്രാർത്ഥനകളിൽ ഉണ്ടാവും. നിങ്ങൾക്കതിന് നന്മയെ ഉണ്ടാവുള്ളൂ. ഗുരുപ്രിയാവിഷം എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും അങ്ങേക്ക് നേർന്നുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടെ. Thank you.